ഹലോ ഹായ്. ഇത് ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കണത് കേട്ടോ. നമുക്ക് അളവ് ചുരിദാർ വെച്ച് നമുക്ക് അളവൊന്നും എടുക്കാതെ തന്നെ ചുരിദാർ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒട്ടും കട്ടിങ്ങൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തേക്കണത്. അതിനകത്തേക്ക് അളവ് ടോപ്പാണിത്. അത് മെറ്റീരിയൽ ഇങ്ങനെ 4ആക്കി മടക്കി ഇട്ടേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അളവിനുള്ള ടോപ്പും ആ രീതിയിൽ തന്നെ 4ആക്കി മടക്കിയിട്ടാണ് ഞാനിത് വരച്ചു കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അത് ഈ കൈക്കുഴിയും ഒരുമിച്ച് വച്ചിട്ട് ഇതിങ്ങനെ മടക്കി കറക്റ്റാക്കിയിട്ട് ഷോൾഡർ ഭാഗം ഈ മെറ്റീരിയലിൻ്റെ ഒപ്പം തന്നെ കറക്റ്റായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ മെറ്റീരിയലും ഇതും കറക്റ്റായിട്ട് ഇതിങ്ങനെ വന്ന രീതിയിലേക്ക് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ടേപ്പ് വെച്ച് അളവെടുക്കാനൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് നമ്മുടെ സ്വന്തം ചുരിദാറും ടോപ്പുകളും നെയ്റ്റികളും ഒക്കെ നമുക്ക് ഇതേ അളവിൽ കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് എവിടെയാണോ നിർത്തിയേക്കണം ആ സ്റ്റിച്ചിങ് നമുക്ക് കാണാമല്ലോ. ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു മാർക്കിങ് കൊടുക്കാം. അപ്പോൾ അത് തീർന്ന് കിട്ടണ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള മാർക്കിംഗ് ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ കൈക്കുഴിയുടെ ഭാഗവും അങ്ങനെ തന്നെ വലിച്ച് പിടിച്ചിട്ട്, ഒരുപാട് വലിച്ചല്ല, കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ മാർക്ക് ചെയ്യുക. ഇനി കൈ ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് ഈ ഷോൾഡറിൽ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഷേപ്പ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേ ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ചരിച്ച് കൊടുത്തിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ കൈക്കുഴി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗം അതേ അളവിൽ തന്നെ അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പണില്ലാത്ത ടോപ്പായിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. ഇത് ഓപ്പണില്ലാത്ത ചെയ്യണ ടോപ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരക്കുക. ബാക്കിയെല്ലാം നമ്മൾ ഓപ്പണുള്ള ചുരിദാറാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് അതേ കറക്റ്റ് അളവിൽ വച്ചിട്ട് ചെയ്താൽ മതി. ഇതേ ഇപ്പോൾ ചെസ്റ്റ് ഭാഗവും ഷേപ്പും ബട്ടക്സിൻ്റെ ഭാഗവും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പണില്ലാത്തത് കൊണ്ട് നമുക്ക് അടിയിൽ നല്ല ഫ്ലെയറിൽ തന്നെ വേണം. അപ്പോൾ അതേ ഫ്ലെയർ തന്നെ ഈ ചുരിദാറിൻ്റെ അതേ ഫ്ലെയർ തന്നെയാണ് ഈ കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതേ ഫ്ലെയറിൽ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ അടിഭാഗം ചെറുതായിട്ട് ഒരു 2 ഇഞ്ച് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി കഴിയുമ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട, ഞാൻ കറക്റ്റായിട്ട് ചോക്കും കൊണ്ട് ഒന്ന് തെളിയിച്ച് വരച്ച് കാണിച്ചു തരാം കേട്ടോ. കൈക്കുഴി വരച്ച് ഷേപ്പും ചെസ്റ്റും വരച്ച് അതേ അളവ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടേണ്ട അളവാണ് കേട്ടോ. അടിഭാഗം ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ ഓപ്പണില്ലാത്തതും ചുരിദാറാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കറക്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള അളവാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് വേണം. ഷോൾഡറിൻ്റെ ഭാഗത്ത് അത്ര വേണ്ട, ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് അധികം വേണ്ട, അല്ലെങ്കിൽ തയ്യൽ ഇതിലും കൂടുതൽ വണ്ണം കൂട്ടണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ കസ്റ്റമറിൻ്റെ അത് കറക്റ്റായിട്ട് അതേ അളവിൽ തന്നെ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ തയ്യൽ തുമ്പ് കുറച്ചിട്ടിട്ടുള്ളൂ. കറക്റ്റ് അതേ അളവിൽ തന്നെയാണ് മാർക്ക് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൈക്കുഴി പിന്നെ ചെസ്റ്റ് ഷേപ്പ് എല്ലാം അതേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നെയ്റ്റിയും എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറൊക്കെ വേണമെങ്കിൽ ഇത് വരച്ചതൊക്കെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ടേപ്പിൽ
നോക്കണമെങ്കിൽ ടേപ്പിൽ നോക്കി കറക്റ്റാണോ എന്ന് അറിയാം കേട്ടോ. കറക്റ്റായിരിക്കും നമ്മളിങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇനി ഇത് വരച്ചത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാതെ ചെയ്തുകൊണ്ട് നമുക്ക് സ്ലീവിന് ജോയിൻറ്റ് വരും കേട്ടോ. തുണി 2.5 മീറ്ററാണ് ഉണ്ടായിരുന്നുള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഈ മെറ്റീരിയലിൻ്റെ സ്ലീവിന് ജോയിൻറ്റ് വരും. പിന്നെ ഓപ്പൺ ഇല്ലാതെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലീവ് പിന്നെ ലെങ്ത്തുമൊക്കെ കുറവാണെങ്കിൽ സ്ലീവിന് ജോയിൻ്റ് ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ജോയിൻ്റ് വന്ന രീതിയിലാണ് കൈ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതേ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മേൽഭാഗത്ത് ഒരുമിച്ചാണില്ല ഇരിക്കുന്നത് ഷോൾഡർ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തേക്കണേ. ഇതിൻ്റെ ഇതിൻ്റെ മെറ്റീരിയൽ വേറെയാണ് കേട്ടോ. ഇതിൻ്റെ ലൈനിങ് ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവും നമ്മൾ അതേപോലെ തന്നെ അളവ് സ്ലീവ് വെച്ചിട്ട് തന്നെ അളവെടുക്കണ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അളവിൻ്റെ സ്ലീവ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ നേരെയുള്ള ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ വന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സെൻറ്ററിൽ ജോയിൻറ്റ് വരും. ഇവിടെ അതായത് 4 പീസാണ് അവിടെയായിട്ടാണ് ജോയിൻറ്റ് വരുന്നത്. ഇനി നമുക്കിത് ഈ സ്ലീവ് അതേപോലെ തന്നെ നിവർത്തി വയ്ക്കാം, ചുളിവൊന്നുമില്ലാതെ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് കൈക്കുഴിയുടെ ഭാഗം. ഇനി താഴത്തേക്ക് സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ അത് കറക്റ്റായിട്ട് ആദ്യം അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ട അതും അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ താഴെയിട്ട് മടിക്കടിക്കാനുള്ളത് അടയാളപ്പെടുത്താം മേളിൽ. ഇനി നമ്മൾ കൈക്കുഴി വരച്ച പോലെ തന്നെ ഈ കൈയുടെ ഭാഗവും സ്ലീവിൻ്റെ കൈക്കുഴിയും അതേപോലെ തന്നെ വരച്ചെടുക്കാതെ ഇതിങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അതേ ലെവലിൽ നമുക്ക് വരച്ച് കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ജോയിൻറ്റ് വന്നതുകൊണ്ട് അതിനും കൂടിയുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കും. സ്വന്തം സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡ്രസ്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ കട്ടിങ്ങൊന്നും സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കും ഒക്കെയാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.